നമ്മള് ഒരേ സമയം നമ്മള് കുറച്ചധികം കണക്ട് ആയ രണ്ട് വ്യക്തികളാണ് നമ്മൾ കുറെ കാര്യങ്ങളില്. ആളുടെ ഒരു ചിൽ മനുഷ്യനാണ്, ഒരു അടിപൊളി മനുഷ്യനാണ്. അപ്പോൾ ആളുടെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. എല്ലാവരും അങ്ങനെ ഒരു വൈബായിട്ട് ഒരാള് ഒരു റൂമിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ആൾ ആക്ട് ചെയ്യുന്ന സമയത്ത് ഒരു കൈൻഡ് ഓഫ് മെഡിറ്റേറ്റീവ് ഒരു പോലെ ആക്ട് ചെയ്യുന്നതിന് മുന്നേ വേറൊരാളായിരിക്കും. ആക്ട് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ആളൊരു സബ്റ്റിലായിട്ടുള്ള എക്സ്പ്രഷൻസ്, അങ്ങനെ കുറെ സാധനങ്ങൾ ഞാൻ നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കൂടെ അഭിനയിക്കുമ്പോഴൊക്കെ. സോ ഒരു ബ്രില്യന്റ് ആക്ടറാണ്, ലൈക്ക് ഹോളിവുഡാണ് ആ ഒരു ആക്ടറാണ്. സോ ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മുടെ ഒരു മോളിവുഡ് രീതികളിലല്ലാതെ ആള് പറയുന്ന കഥകള്, ആള് പറയുന്ന സെറ്റിലെ കഥകള് ഒക്കെ പുറത്തുള്ള കുറെ കഥകളായിരുന്നു. അപ്പൊ ആളുടെ കഥകൾ കേൾക്കുക, ആളുടെ എക്സ്പീരിയൻസ് കേൾക്കുക, ആള് ഒരു ആക്ടിങ്ങിനെ, ഒരു ആക്ടറിനെ, ഒരു ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി കേൾക്കുക, അതെനിക്ക് പറഞ്ഞു തരിക ചെയ്യുന്നത്. അതായത് എന്നെ ഒരു ബഡ്ഡിങ് ആക്ടർ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിട്ട് എന്നെ നേച്ചർ ചെയ്യാണ്. ജിമിച്ചായ മാത്രമല്ല കേട്ടോ, കാര്യം ബ്ലസി സാറാണെങ്കിലും ഇപ്പോൾ രാജുവേട്ടനാണെങ്കിലും ബാക്കിയുള്ള എല്ലാ ആക്ടേഴ്സും, റിക് ആയാലും താലിബ് സാർ ആയാലും അവരൊക്കെ എനിക്ക് തന്നൊരു കൈൻഡ് ഓഫ് നേച്ചറിങ്ങും സ്നേഹവും ഉണ്ട്. അതൊക്കെ കൂടിയാണ് ഈ ഒരു അവാർഡിലേക്ക് എത്തിച്ചത്. അവാർഡിലുപരി ഇപ്പോഴും എനിക്ക് ഹക്കീമിന് വേണ്ടി കിട്ടുന്ന ഒരു ലവ് ഉണ്ട്. സാധാരണ ഇവിടെയുള്ള എല്ലാ ആൾക്കാരുടെ കയ്യിൽ നിന്നും കിട്ടുന്ന ഒരു ലവ് ഉണ്ട്. അത് എനിക്ക് കിട്ടാൻ കാരണം ഇവരൊക്കെ തന്നെയാണ്, ഈ ക്രൂ മൊത്തമാണ്. കാരണം അവരൊക്കെ എന്നെ ഒരു ബ്രദറിനെ പോലെ, ഒരു അനിയനെ പോലെ, മകനെ പോലെയൊക്കെ നേച്ചർ ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇപ്പോ ഈ ഒരു സീറ്റിൽ ഞാനിപ്പോ ഇവിടെ ഇരിക്കാൻ കാരണം. സോ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് ഹൃദയം തട്ടിയിട്ടുള്ളൊരു നന്ദിയാണ്.